നമസ്കാരം. കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ കലകളെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ചരിത്രാതീത കാലം മുതൽ കലകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകി വരുന്ന ഒരു നാടാണ് കേരളം. കേരളത്തിലെ വിവിധ ദൃശ്യ ശ്രാവ്യ കലകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ചരിത്രാതീത കാലം മുതൽക്കേയുള്ള കലകളുടെ ചരിത്രം പറയുന്ന നാടാണ് കേരളം. വളരെ പണ്ട് മുതൽക്ക് തന്നെ കലകൾക്ക് പ്രാധാന്യം നൽകി വരുന്ന ഒരു നാടാണ് കേരളം. നോക്കൂ, കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ കലാസാഹിത്യ രംഗത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ് സംഘകാലം. അതായത് സംഘകാലത്താണ് അനേകം കലകളും കലാരൂപങ്ങളും ഒക്കെ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ മിക്ക സംസ്ഥാനങ്ങളിലും ഉടലെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കലകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലഘട്ടമാണ് സംഘകാലഘട്ടം എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അടുത്തതായി നമുക്ക് നോക്കാം. കലകളുടെ വിഭാഗത്തിൽപ്പെട്ട പ്രധാന കലയാണ് ദൃശ്യ ശ്രാവ്യ കലകൾ. അപ്പോൾ കലകളെ പലതരത്തിൽ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കലയാണ് ദൃശ്യ ശ്രാവ്യ കലകൾ എന്നത്. എന്താണ് ദൃശ്യ ശ്രാവ്യ കലകൾ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരേ സമയം തന്നെ കണ്ണിനും കാതിനും ഒരുപോലെ അനുഭൂതി ഉണ്ടാക്കുന്ന കലകളാണ് ദൃശ്യ ശ്രാവ്യ കലകൾ. അതായത് ഒരേ സമയത്ത് തന്നെ ദൃശ്യമായിട്ടും, അതായത് കണ്ണുകൾക്കും അതുപോലെ തന്നെ കാതുകൾക്കും, ശ്രാവ്യമായിട്ടെന്ന് പറഞ്ഞാൽ കാതുകൾക്കും അനുഭൂതി പകരുന്ന, അതായത് ഒരുപോലെ അനുഭൂതി ഉണ്ടാക്കുന്ന കലകളെ നമുക്ക് ദൃശ്യ ശ്രാവ്യ കലകൾ എന്ന വിഭാഗത്തിൽ പെടുത്താം. ഒരിക്കൽ കൂടി, എന്താണ് ദൃശ്യ ശ്രാവ്യ കലകൾ? ഒരേ സമയം കണ്ണിനും കാതിനും ഒരുപോലെ കുളിർമ അല്ലെങ്കിൽ അനുഭൂതി ഉണ്ടാക്കുന്ന കലാരൂപങ്ങൾ ഉൾപ്പെടുന്ന ഒരു ശാഖയാണ് ഏത്? ദൃശ്യ ശ്രാവ്യ കലകളുടെ ശാഖ. ഇതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ദൃശ്യ കലകൾ എന്ന് പറയുമ്പോൾ കണ്ണിന് കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന കലകൾ. ശ്രാവ്യ കലകൾ എന്ന് പറയുമ്പോൾ കാതുകൾക്ക് ഇമ്പം ഉളവാക്കുന്നത്, അല്ലെങ്കിൽ കാതുകൊണ്ട് കേൾക്കാൻ സാധിക്കുന്ന കലകൾ. അപ്പോൾ ഈ രണ്ട് കലകളുടെയും ഒരു സമ്മിശ്ര രൂപമാണ് ദൃശ്യ ശ്രാവ്യ കലകൾ എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം, ദൃശ്യ ശ്രാവ്യ കലകൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, നൃത്തങ്ങൾ, നാടകങ്ങൾ, സിനിമ തുടങ്ങിയവയാണ് ദൃശ്യ ശ്രാവ്യ കലകൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. നൃത്തത്തിൽ നമുക്ക് കാണാനും സാധിക്കുന്നു, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ശ്രവിക്കാനും സാധിക്കുന്നു. അതായത് പാട്ടുകൾ നൃത്തത്തിനോടൊപ്പം നമ്മൾ എന്താണ് ഇടകലർത്തിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അത് എന്താണ്? ഒരു ദൃശ്യ ശ്രാവ്യ കലയ്ക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ നാടകങ്ങൾ കണ്ണിനും നമുക്ക് അനുഭൂതി തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ മറ്റ് വാദ്യോപകരണങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നാടകങ്ങൾ, അതുപോലെ തന്നെ സിനിമ തുടങ്ങിയവയാണ് ഇതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ എന്നും കൃത്യമായി മനസ്സിലാക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ദൃശ്യ ശ്രാവ്യ കലാ വിഭാഗത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കലയാണ് കൂടിയാട്ടം. അപ്പൊ കൂടിയാട്ടത്തെ കുറിച്ചുള്ള വിശദമായ ഒരു ക്ലാസ് ആണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കൂടിയാട്ടം എന്ന ആ ഒരു കലാരൂപത്തിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യനുകൾ PSC പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. കൂടിയാട്ടം 2000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന സംസ്കൃത നാടക നൃത്ത രൂപമാണ് കൂടിയാട്ടം. ശ്രദ്ധിച്ചോളൂ, 2000 വർഷത്തിലേറെ പഴക്കമുള്ള സംസ്കൃത നാടക നൃത്ത രൂപമാണ്, സംസ്കൃത നാടക നൃത്ത ആവിഷ്കാരമാണ് എന്ത്? കൂടിയാട്ടം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സംസ്കൃത നാടക നൃത്ത രൂപത്തിനൊരു ഉദാഹരണം തന്നെയാണ് എന്ത്? കൂടിയാട്ടം എന്ന കലാരൂപം. ഇത് വളരെ പഴക്കമുള്ള ഒരു, അല്ലെങ്കിൽ പഴക്കം ചെന്ന ഒരു കലാരൂപം കൂടിയാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അടുത്തതായി നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ, ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം എന്ന ബഹുമതി ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? കൂടിയാട്ടം എന്ന കലാരൂപത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി, ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതത്തിൽ നിന്നുള്ള നൃത്തരൂപമാണ് ഏത്? കൂടിയാട്ടം. കൃത്യമായി മനസ്സിലാക്കുക. യുനെസ്കോ കൂടിയാട്ടത്തെ ലോക പൈതൃകമായി അംഗീകരിച്ച വർഷമാണ് 2001. ഇതും കൂടി കൃത്യമായി മനസ്സിലാക്കുക. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തതായി നമുക്ക് നോക്കാം. യുനെസ്കോ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് വിശേഷിപ്പിച്ച ഒരു നൃത്തരൂപമാണ് കൂടിയാട്ടം. ഒരിക്കൽ കൂടി, യുനെസ്കോ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപമായിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത്? കൂടിയാട്ടത്തെ കണക്കാക്കുന്നത്.
അടുത്തതായി നമുക്ക് നോക്കാം, കൂടിയാട്ടത്തിൽ നൃത്തത്തിനേക്കാളും പ്രാധാന്യം നൽകിയിരിക്കുന്നത് അഭിനയ കലയ്ക്കാണ്. വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കൂടിയാട്ടത്തിൽ ഏതിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്? നൃത്തത്തിനാണോ അതോ അഭിനയത്തിനാണോ? നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് അഭിനയത്തിനാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കലാരൂപത്തെ അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏത് കലയെയാണ് അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷണമുള്ള കലാരൂപം ഏതാണ്? നോക്കൂ, കൂടിയാട്ടമാണ്. എന്തുകൊണ്ടാണ് കൂടിയാട്ടത്തിൽ നൃത്തത്തിനേക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത്? എന്തിനാണ്? നമ്മുടെ അഭിനയത്തിനാണ്, അല്ലെങ്കിൽ അഭിനയ കലയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതിനാൽ അഭിനയത്തിന്റെ അമ്മ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കൃത്യമായി ഓർക്കുക. ഇനി കൂടിയാട്ടത്തിന്റെ മറ്റ് വിശേഷണങ്ങൾ കൂടി നമുക്ക് നോക്കാം. അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു, ഇത് നമ്മൾ പറഞ്ഞതാണ്. കൂടാതെ കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നത് കൂടിയാട്ടമാണ്. നമുക്കറിയാം, വളരെ ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ കൂടിയാട്ടത്തിന് പ്രാധാന്യമുണ്ട്. അതിനാൽ കലകളുടെ മുത്തശ്ശിയായി നമുക്ക് കൂടിയാട്ടത്തെ കണക്കാക്കാമെന്ന് ഓർക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കൂടിയാട്ടം എന്ന പദത്തിന്റെ അർത്ഥമാണ്. കൂടിയാട്ടം എന്ന പദത്തിന്റെ അർത്ഥം കൂടിച്ചേർന്നുള്ള അഭിനയമാണ്. കൂടിയാട്ടം എന്ന പദത്തിന്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? കൂടിച്ചേർന്നുള്ള അഭിനയം. ഇതിനെയാണ് കൂടിയാട്ടം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? കൂടിയാട്ടം സാധാരണയായി അവതരിപ്പിക്കുന്ന സ്ഥലമാണ് കൂത്തമ്പലം. ക്ഷേത്രങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? കൂത്തമ്പലങ്ങൾ കാണാൻ സാധിക്കുന്നു. വളരെ ചരിത്രാതീതമായി കാലപ്പഴക്കമുള്ള ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലും ഒക്കെയാണ് കൂത്തമ്പലങ്ങൾ കാണാറുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കൂത്തമ്പലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? കൂത്തമ്പലമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇനി കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രം ആര്? ചാക്യാർ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാക്യാർ. അപ്പോൾ ആരാണ് ചാക്യാർ? കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രമാണ് ചാക്യാർ എന്ന് മനസ്സിലാക്കുക. ഇനി കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ത്രീ കഥാപാത്രത്തെ നമ്മൾ നങ്ങ്യാർ എന്ന് വിളിക്കുന്നു. അപ്പൊ കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ത്രീ കഥാപാത്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് നങ്ങ്യാർ. അപ്പൊ നങ്ങ്യാരും ചാക്യാരുമാണ് കൂടിയാട്ടത്തിൽ അല്ലെങ്കിൽ കൂടിയാട്ടം അവതരിപ്പിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നു, അണിയറയിൽ മിഴാവ് വായിക്കുന്നത്. ഇപ്പോൾ കൂടിയാട്ടം നമ്മളെല്ലാവരും ഇപ്പോൾ ടി വിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് അണിയറയിൽ എന്ത് വായിക്കാറുണ്ട്? മിഴാവ് വായിക്കാറുണ്ട്. കൂടിയാട്ടത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വാദ്യോപകരണമാണ് മിഴാവ്. ഈ മിഴാവ് വായിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്പ്യാർ. അപ്പോൾ കൂടിയാട്ടം അവതരിപ്പിക്കുമ്പോൾ അണിയറയിൽ മിഴാവ് വായിക്കുന്നത് ആര്? നമ്പ്യാറാണ്. അപ്പോൾ ഇതും കൂടി ഓർക്കുക, നമ്പ്യാറാണ് മിഴാവ് വായിക്കുന്നത് എന്നും കൂടി ഓർക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യമാണ്. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാര്? വിദൂഷകനാണ്. അപ്പൊ മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കുന്ന കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം ആരാണ്? വിദൂഷകനാണ് എന്നും കൂടി മനസ്സിലാക്കുക. ഇനി കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന സംസ്കൃത നാടകങ്ങളാണ്. അപ്പൊ ഏതൊക്കെ? നമ്മൾ നേരത്തെ പറഞ്ഞു, സംസ്കൃത നാടകത്തിന്റെ അല്ലെങ്കിൽ സംസ്കൃത നാടകത്തിന്റെ ഒരു ആവിഷ്കാരമാണ് ഏത്? കൂടിയാട്ടം. അപ്പൊ കൂടിയാട്ടത്തിന് അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംസ്കൃതത്തിലെ നാടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഭാസന്റെ പ്രതിമാഭിഷേകം, സ്വപ്ന വാസവദത്തം മറ്റൊരു നാടകമാണ്, സംസ്കൃത നാടകമാണ് സ്വപ്ന വാസവദത്തം. ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണി എന്ന നാടകം, കുലശേഖരവർമ്മന്റെ സുഭദ്ര ധനജ്ഞയം തുടങ്ങിയവ നമ്മുടെ കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംസ്കൃത നാടകങ്ങളിൽ ചിലതാണ് എന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി, ഭാസന്റെ പ്രതിമാഭിഷേകം, സ്വപ്ന വാസവദത്തം, ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണി, കുലശേഖരവർമ്മന്റെ സുഭദ്ര ധനജ്ഞയം തുടങ്ങിയവ ചില പ്രശസ്തമായ കൂടിയാട്ടത്തിന് അവതരിക്കപ്പെടുന്ന നാടകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയും പോയിന്റുകളെല്ലാം തന്നെ വളരെ വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമുക്ക് നോക്കാം, കൂടിയാട്ടം പൂർണ്ണമായി അവതരിപ്പിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? പല തവണ PSC ആവർത്തിച്ച ചോദ്യമാണ്.
പൂർണ്ണ രൂപത്തിൽ കൂടിയാട്ടം അവതരിപ്പിക്കാൻ വേണ്ട ദിവസം എത്രയാണ്? നോക്കൂ, പൂർണ്ണ രൂപത്തിൽ കൂടിയാട്ടം അവതരിപ്പിക്കണമെങ്കിൽ 41 ദിവസമാണ് വേണ്ടത്. പൂർണ്ണ രൂപത്തിൽ കൂടിയാട്ടം അവതരിപ്പിക്കാൻ എത്ര ദിവസമാണ് വേണ്ടത്? 41 ദിവസമാണ് എന്നും കൂടി കൃത്യമായി മനസ്സിലാക്കുക. അടുത്തതായി നമ്മൾ നോക്കുന്നത് നാടകത്തിലെ ഒരു അംഗം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, നാടകത്തിലെ ഒരു അംഗം കൂടിയാട്ടമായി അവതരിപ്പിക്കാൻ 8 ദിവസത്തോളം വേണ്ടിവരും. നോക്കൂ, അപ്പൊ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഇതാണ്. കൂടിയാട്ടത്തെ പൂർണ്ണ രീതിയിൽ അവതരിപ്പിക്കാനാണ് 41 ദിവസം എടുക്കുന്നത്. എന്നാൽ ഒരു നാടകത്തിന്റെ ഒരു ഭാഗമോ മറ്റോ അവതരിപ്പിക്കണമെങ്കിൽ, ഒരു അംഗം അവതരിപ്പിക്കണമെങ്കിൽ എടുക്കുന്നത് എത്ര ദിവസത്തോളമാണ്? 8 ദിവസത്തോളമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ കൃത്യമായി വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഇനി കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണം ഏത്? മിഴാവാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ്? മിഴാവാണ് എന്ന് മനസ്സിലാക്കുക. ഇനി മിഴാവ് കൂടാതെ മറ്റേതൊക്കെ വാദ്യങ്ങളാണ് ഈ ഒരു കലയിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇടയ്ക്ക, ശംഖ്, കുറുംകുഴൽ, കുഴിത്താളം തുടങ്ങിയവയും കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന മറ്റ് വാദ്യോപകരണമാണ്. ഒരിക്കൽ കൂടി, മിഴാവാണ് പ്രധാന വാദ്യോപകരണം. ഇതുകൂടാതെ ഇടയ്ക്ക, ശംഖ്, കുറുംകുഴൽ, കുഴിത്താളം എന്നിവ കൂടി ഉപയോഗിക്കുന്നു എന്നും കൃത്യമായി മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാം, കൂടിയാട്ടം വർഷം തോറും അവതരിപ്പിക്കുന്ന കേരളത്തിലെ ചില പ്രധാന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ കൂടിയാട്ടം എല്ലാ വർഷവും അവതരിപ്പിക്കുന്ന കേരളത്തിലെ ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നോക്കൂ, തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം, അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. തൃശൂരിലുള്ള ഇരിങ്ങാലക്കുടയിലുള്ള കൂടൽമാണിക്യ ക്ഷേത്രത്തിലും തൃശൂരിലുള്ള തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിലും എല്ലാ വർഷവും എന്ത് അവതരിപ്പിച്ചു വരുന്നു? നമ്മുടെ കൂടിയാട്ടം അവതരിപ്പിച്ചു വരുന്നു എന്നും കൃത്യമായി മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി, കൂടിയാട്ടം വർഷം തോറും അവതരിപ്പിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രം, ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രം കൃത്യമായി ഓർക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നു, കൂടിയാട്ടത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് പരിഷ്കരിച്ച രാജാവാര്? കൂടിയാട്ടത്തെ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്ത അല്ലെങ്കിൽ പരിഷ്കാരം നടത്തിയ രാജാവാര് എന്ന് നമുക്ക് നോക്കാം. കുലശേഖരവർമ്മ ചേരമാൻ പെരുമാളാണ് കൂടിയാട്ടത്തെ നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് ആവിഷ്കരിച്ച പ്രശസ്തനായ രാജാവ് എന്നും കൂടി മനസ്സിലാക്കുക. അടുത്തതായി നോക്കുന്നു, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. അപ്പൊ കൂടിയാട്ടത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ ഭരതമുനിയാൽ രചിക്കപ്പെട്ട നാട്യശാസ്ത്രമാണ് എന്നും കൂടി മനസ്സിലാക്കുക. അപ്പൊ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ അത് അടിസ്ഥാനമാക്കിയാണ് എന്ത് അവതരിപ്പിക്കപ്പെടുന്നത്? കൂടിയാട്ടം അവതരിപ്പിക്കപ്പെടുന്നത്. ഇതും കൂടി കൃത്യമായി മനസ്സിലാക്കുക. ഇത്രയും പോയിന്റുകളെല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ PSC പല തവണകളിലായി ചോദിച്ച് കണ്ടിട്ടുള്ളതുമായ ചോദ്യങ്ങളുമാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കൂടിയാട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 4 അഭിനയ രീതികളെ കുറിച്ചാണ്. അപ്പൊ കൂടിയാട്ടത്തിൽ ഏതൊക്കെ രീതികളിലാണ് അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നാട്യശാസ്ത്രത്തിൽ പറയുന്ന 4 പ്രധാനപ്പെട്ട അഭിനയ രീതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാട്യശാസ്ത്രത്തിൽ പറയുന്ന 4 പ്രധാനപ്പെട്ട അഭിനയ രീതികളാണ് കൂടിയാട്ട കലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം. ഒരിക്കൽ കൂടി, ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം എന്നീ അഭിനയ രീതികളാണ് കൂടിയാട്ടത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയതാണ്? നമ്മുടെ നാട്യശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയതാണ് എന്നും കൂടി മനസ്സിലാക്കുക. നോക്കാം, എന്താണ് ആംഗികം എന്ന അഭിനയ രീതി? അംഗങ്ങൾ കൊണ്ടുള്ള അഭിനയമാണ് ആംഗികം. അംഗങ്ങൾ കൊണ്ടുള്ള അഭിനയം, അതായത് നമ്മുടെ ശരീരഭാഗങ്ങൾ, അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരഭാഗങ്ങൾ, അതുകൊണ്ടുള്ള അഭിനയ രീതിയാണ് നമ്മൾ ആംഗികമായ അഭിനയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി, അംഗങ്ങൾ കൊണ്ടുള്ള അഭിനയ രീതിയാണ് ആംഗിക അഭിനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാചികം, കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് വാചികം എന്ന്. ഗദ്യ പദ്യ വിഭാഗങ്ങളാണ് കൂടിയാട്ടത്തിലെ വാചിക അഭിനയത്തിന്റെ ഭാഗം. അതായത് നമ്മുടെ ഗദ്യപദ്യം, അതായത് ഗദ്യങ്ങളും പദ്യങ്ങളും ഒക്കെ ഇതിനകത്ത് പറയുമല്ലോ. അപ്പൊ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയ അഭിനയ രീതിയാണ് എന്ത്? വാചികമായിട്ടുള്ള അഭിനയ രീതിയായിട്ട് കണക്കാക്കുന്നത്. ഇനി ആഹാര്യം കൂടിയാട്ടത്തിലെ വേഷം, അതായത് വേഷവിധാനത്തെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ വേഷവിധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അഭിനയ രീതിയാണ് ഏത്? ആഹാര്യം. ആഹാര്യം എന്ന് പറഞ്ഞാൽ കൂടിയാട്ടത്തിലെ വേഷത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇനി സാത്വികം, കഥാപാത്രത്തിന്റെ സ്വഭാവം
അവസ്ഥ, കഥാപാത്രത്തിന്റെ സ്വഭാവത്തെയും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു അവസ്ഥയൊക്കെ കുറിച്ച്, അല്ലെങ്കിൽ അതുകൊണ്ട് അവ കുറിക്കുന്ന അഭിനയ രീതിയാണ് എന്ത്? സാത്വികമായ അഭിനയം. അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായി ഓർത്തെടുക്കാൻ ശ്രമിക്കുക. കേരള സർക്കാരിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും, ഗവൺമെന്റ് സൈറ്റിൽ നിന്നും എടുത്തിരിക്കുന്ന പോയിന്റുകളാണ്. അപ്പോൾ എല്ലാം തന്നെ കൃത്യമായി എന്ത് ചെയ്യാൻ ശ്രമിക്കുക? മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി, ആംഗികം, വാചികം, ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷവിധാനമാണ്. ഇനി സാത്വികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമോഷൻസ് അഥവാ സ്വഭാവം, അതിന്റെ ക്യാരക്ടർ, അതിന്റെ ഇമോഷൻസ്, അതിനെയൊക്കെ, അതിന്റെ അവസ്ഥയൊക്കെ കുറിക്കുന്നതാണ് ഏത്? നമ്മുടെ സാത്വികമായ അഭിനയ രീതി. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കൂടിയാട്ടത്തിലെ ചില പ്രധാന ചടങ്ങുകളെ കുറിച്ചാണ്. കൂടിയാട്ടത്തിലെ ചില പ്രധാനപ്പെട്ട ചടങ്ങുകളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ പലതും PSC പലതവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യമായി അരങ്ങുവിധാനം എന്താണെന്ന് നമുക്ക് നോക്കാം. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന കൂത്തമ്പലത്തിൽ, കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? കൂത്തമ്പലത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന കൂത്തമ്പലത്തിൽ കുലവാഴ, കുരുത്തോല, വെള്ളവസ്ത്രം, കുലവാഴ, കുരുത്തോല, വെള്ളവസ്ത്രം, പട്ട് എന്നിവ കൊണ്ടും തൂണുകളും മേൽഭാഗവും അലങ്കരിച്ചിരിക്കുന്നു. അപ്പോൾ അലങ്കരിക്കുന്ന ഈ ഒരു ചടങ്ങിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അരങ്ങുവിധാനം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കൂടിയാട്ടം കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജിന്റെ മുൻപിൽ ഇരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കുക. കൂടിയാട്ടം കാണാനായി നമ്മളൊരു സ്റ്റേജിന്റെ മുൻപിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു കൂത്തമ്പലത്തെ അലങ്കരിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അരങ്ങുവിധാനമായിട്ട് പറയുന്നത്. എങ്ങനെയാണ് അലങ്കരിച്ചിരിക്കുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. നമ്മുടെ തൂണുകളും അതുപോലെ തന്നെ മേൽഭാഗവും, തൂണുകളും അതായത് ആ ഒരു കൂത്തമ്പലത്തിന്റെ തൂണായിക്കോട്ടെ, മേൽഭാഗമായിക്കോട്ടെ, ഇതെല്ലാം കുരുത്തോലകൾ കൊണ്ടും അതുപോലെ തന്നെ കുലവാഴകൾ കൊണ്ടും വെള്ളവസ്ത്രം കൊണ്ടും പട്ടുകൊണ്ടും ഒക്കെ അലങ്കരിച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? അരങ്ങുവിധാനമായി കണക്കാക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. എന്താണ് അരങ്ങുവിധാനം? കൂടിയാട്ടം അവതരിപ്പിക്കുന്ന കൂത്തമ്പലത്തിൽ കുലവാഴ, വെള്ളവസ്ത്രം, പട്ട്, അതുപോലെ തന്നെ എന്താണ്? കുരുത്തോല തുടങ്ങിയവ കൊണ്ട് തൂണുകളും അതുപോലെ തന്നെ മറ്റ് മേൽഭാഗവും അലങ്കരിക്കപ്പെടുന്ന രീതിയാണ് അരങ്ങുവിധാനം എന്ന് മനസ്സിലാക്കുക. കൃത്യമായി മനസ്സിലാക്കുക എന്താണ് അരങ്ങുവിധാനം എന്ന്. ഇനി നോക്കാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മിഴാവ് ഒച്ചപ്പെടുത്തൽ. അടുത്ത പ്രധാനപ്പെട്ട ചടങ്ങ് എന്താണ്? മിഴാവ് ഒച്ചപ്പെടുത്തൽ. കൂടിയാട്ടം തുടങ്ങുന്നു എന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങാണിത്. നമ്മുടെ കഥകളി തുടങ്ങുന്നു എന്ന് അറിയിക്കുന്ന, കഥകളി തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടുകാരെയൊക്കെ കഥകളി തുടങ്ങുന്നു എന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങാണ് ഏത്? കേളികൊട്ട്. അപ്പൊ കേളികൊട്ടിന്, കഥകളിയിലെ കേളികൊട്ടിന് സമാനമായി കൂടിയാട്ടത്തിലുള്ള ഒരു ചടങ്ങാണ് ഏത്? മിഴാവ് ഒച്ചപ്പെടുത്തൽ. ഒരിക്കൽ കൂടി, കൂടിയാട്ടം തുടങ്ങുന്നു എന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങാണ്, നാട്ടുകാരെ കൂടിയാട്ടം തുടങ്ങുന്നു എന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങാണ് എന്ത്? മിഴാവ് ഒച്ചപ്പെടുത്തൽ. ഇനി നോക്കൂ, കഥകളിയിലെ കേളികൊട്ടിനോട് സമാനമായിട്ടുള്ള ചടങ്ങാണ് മിഴാവ് ഒച്ചപ്പെടുത്തൽ. കൃത്യമായി ഓർക്കുക. മിഴാവ് ഒച്ചപ്പെടുത്തലും അരങ്ങുവിധാനവും എന്താണ് എന്ന് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമുക്ക് നോക്കാം. ഗോഷ്ടി കൊട്ടുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഗോഷ്ടി കൊട്ടുക. ഇത് പ്രീവിയസ് ആയിട്ട് നമ്മുടെ PSC ചോദിച്ച ഒരു ചോദ്യമാണ്. ഗോഷ്ടി കൊട്ടുക എന്ന ചടങ്ങ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൂടിയാട്ടവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഗോഷ്ടി എന്ന് പറഞ്ഞാൽ സഭ എന്നാണ് അർത്ഥം. ഗോഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സഭ എന്നാണ്. അപ്പോൾ ഗോഷ്ടി കൊട്ടുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഗോഷ്ടി കൊട്ടുക എന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്പ്യാർ മിഴാവ് കൊട്ടുന്ന ചടങ്ങാണ്. അപ്പോൾ നമ്പ്യാർ മിഴാവ് കൊട്ടുന്ന ചടങ്ങിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഗോഷ്ടി കൊട്ടുക എന്ന് പറയുന്നത്. ഗോഷ്ടി എന്ന വാക്കിന്റെ അർത്ഥം സഭ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങായ അക്കിത്ത ചൊല്ലലിനെ കുറിച്ചാണ്. അക്കിത്ത ചൊല്ലൽ എന്താണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്പ്യാർ മിഴാവ് കൊട്ടുന്നതനുസരിച്ച് നങ്ങ്യാർ പാടുന്ന ചടങ്ങ്. നമ്പ്യാർ മിഴാവ് കൊട്ടുന്നതനുസരിച്ച് സ്ത്രീ കഥാപാത്രമായ നങ്ങ്യാർ പാടുന്ന ചടങ്ങാണ് എന്ത്? അക്കിത്ത ചൊല്ലൽ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഗണപതി, സരസ്വതി, ശിവനെ സ്തുതിക്കുന്ന ഒരു ചടങ്ങാണ് എന്ത്? അക്കിത്ത ചൊല്ലൽ. ചുരുക്കി പറഞ്ഞാൽ നമ്പ്യാർ മിഴാവ് കൊട്ടുന്ന സമയത്ത് നങ്ങ്യാര് ഗണപതി, ശിവൻ, അതുപോലെ തന്നെ സരസ്വതി തുടങ്ങിയ ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ട് ഗാനം അല്ലെങ്കിൽ പാടുന്നു. ഈ ഒരു ചടങ്ങിനെയാണ് അക്കിത്ത ചൊല്ലൽ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കൂടിയാട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങിനെ കുറിച്ചാണ്. നാന്ദി നിർവഹണം. നാന്ദി നിർവഹണം എന്താണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിനായി സൂത്രധാരൻ രംഗപ്രവേശനം ചെയ്യുന്ന ചടങ്ങാണ് നാന്ദി നിർവഹണം. അപ്പോൾ
ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിനായി സൂത്രധാരൻ നമ്മുടെ ഈ ഒരു കലയുടെ അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ചടങ്ങിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നാന്ദി നിർവഹണമായിട്ട് പറയുന്നത്. രണ്ട് തരത്തിലുള്ള നാന്ദി നിർവഹണമാണ് ഇവിടെ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാക്യാർ അരങ്ങത്ത് വരുന്നതിനെ ക്രിയാനാന്ദി എന്നും ചാക്യാർ അരങ്ങത്ത് വരുന്നതിനെ ക്രിയാനാന്ദി എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈശ്വരനെ സ്തുതിക്കുന്നതിനെ ശ്ലോകനാന്ദി എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള നാന്ദികളാണുള്ളത്. നാന്ദി നിർവഹണമാണ് ഇതിനകത്ത് പ്രധാനമായും പറയുന്നത്. ഒന്ന് ക്രിയാനാന്ദി, രണ്ട് ശ്ലോകനാന്ദി. ഇനി എന്താണ് ക്രിയാനാന്ദി? നമ്മുടെ ചാക്യാർ അരങ്ങത്ത് വരുന്ന ആ ഒരു സന്ദർഭത്തെയാണ് നമ്മൾ ക്രിയാനാന്ദി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈശ്വരനെ സ്തുതിക്കുന്നതിനെ നമ്മൾ ശ്ലോകനാന്ദിയായും കണക്കാക്കുന്നു. ഇതാണ് നാന്ദി നിർവഹണത്തിൽ പ്രധാനമായും അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അരങ്ങുതളിക്കൽ. അരങ്ങുതളിക്കൽ നോക്കാം. മിഴാവ് കൊട്ടിക്കഴിഞ്ഞ് നങ്ങ്യാർ അണിയറയിൽ നിന്നും തീർത്ഥജലം കൊണ്ടുവന്ന് അരങ്ങത്ത് തളിക്കുന്ന ചടങ്ങ്. അതായത് നമ്മുടെ നങ്ങ്യാറ് അണിയറയിൽ നിന്നും തീർത്ഥജലം കൊണ്ടുവന്ന് നമ്മുടെ സഭയിൽ തളിക്കുന്ന ചടങ്ങാണ്, അല്ലെങ്കിൽ അരങ്ങിൽ തളിക്കുന്ന ചടങ്ങിനെയാണ് നമ്മൾ എന്തായി പറയുന്നത്? അരങ്ങു തളിക്കൽ എന്ന് പറയുന്നു. അപ്പോൾ മിഴാവ് കൊട്ടിക്കഴിഞ്ഞ് നങ്ങ്യാർ അണിയറയിൽ നിന്നും തീർത്ഥജലം കൊണ്ടുവന്ന് അരങ്ങത്ത് തളിക്കുന്ന ചടങ്ങിനെയാണ് എന്തായിട്ട് പറയുന്നത്? നമ്മുടെ അരങ്ങു തളിക്കൽ എന്ന ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തന്നെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് നിർവഹണം. എന്താണ് നിർവഹണം എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാം രംഗത്തിൽ നടൻ ആദ്യമായി പ്രവേശിക്കുന്ന ചടങ്ങ്. അപ്പോൾ കൂടിയാട്ടത്തിന്റെ ഒന്നാം രംഗത്തിൽ നടൻ ആദ്യമായി പ്രവേശിക്കുന്ന ചടങ്ങിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നിർവഹണം എന്ന് പറയുന്നത്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങായ മംഗള ശ്ലോകം എന്താണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. മംഗള ശ്ലോകം. കഥാവരണത്തിനു ശേഷം മംഗള ശ്ലോകം ചൊല്ലുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നായകനാണ്. കഥയെല്ലാം അവതരിപ്പിച്ചതിനു ശേഷം മംഗള ശ്ലോകം ചൊല്ലുന്നത് ആരാണ്? ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നായകനാണ് മംഗള ശ്ലോകം ചൊല്ലുന്നത്. അപ്പോൾ എന്താണ് മംഗള ശ്ലോകം എന്ന് ഒരിക്കൽ കൂടി നോക്കാം. കഥാവതരണത്തിന് ശേഷം മംഗള ശ്ലോകം ചൊല്ലുന്നത് ആരാണ്? നമ്മുടെ നായക കഥാപാത്രമാണ് എന്ന് കൂടി കൃത്യമായി ഓർക്കുക. അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണ് ഏത്? നമ്മുടെ കൂടിയാട്ടം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളും കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതെന്തൊക്കെയാണ് എന്നും കൂടി നമ്മൾ ഈ ഒരു സ്ലൈഡിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ കൂടിയാട്ടത്തെക്കുറിച്ച് മറ്റു ചില വസ്തുതകൾ മനസ്സിലാക്കാൻ പോവുകയാണ്. കൂടിയാട്ടത്തിനും കഥകളിക്കും പ്രചോദനം നൽകുന്ന സംഘടന അല്ലെങ്കിൽ പ്രധാന സംഘടന ഏത്? കൂടിയാട്ടത്തിനായിക്കോട്ടെ കഥകളിക്കായിക്കോട്ടെ നമ്മുടെ കേരളത്തിൽ പ്രചോദനം നൽകുന്ന ഒരു സംഘടനയാണ് മാർഗി. അപ്പോൾ മാർഗി എന്ന് പറയുന്ന സംഘടന തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രധാനമായും പ്രൊമോട്ട് ചെയ്യുന്ന രണ്ട് കലാരൂപങ്ങളാണ്. ഒന്ന് കൂടിയാട്ടം, അതുപോലെ തന്നെ കഥകളി എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ മാർഗിയാണ് ആ ഒരു നമ്മുടെ സംഘടന. ഇനി മാർഗി എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് വർഷമാണ് മാർഗി രൂപീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എഴുതേണ്ട ഉത്തരം 1970. 1970 രൂപീകരിച്ച സംഘടനയാണ് ഏത്? മാർഗി എന്ന് മനസ്സിലാക്കുക. ഇനി മാർഗിയുടെ സ്ഥാപകരാരൊക്കെയാണ് എന്നും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പുക്കുട്ടൻ നായർ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ആര്? അപ്പുക്കുട്ടൻ നായർ. ഇദ്ദേഹത്തോടൊപ്പം തന്നെ TNN ഭട്ടതിരിപ്പാട്, KV കൊച്ചനിയൻ. അപ്പോൾ ആരൊക്കെയാണ്? അപ്പുക്കുട്ടൻ നായർ, TNN ഭട്ടതിരിപ്പാട്, അതുപോലെ തന്നെ KV കൊച്ചനിയൻ തുടങ്ങിയവർ മുൻകൈയെടുത്ത് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് മാർഗി എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ പ്രശസ്തരായ ചില കൂടിയാട്ടം വിദ്വാൻമാരെയാണ്. അപ്പോൾ കൂടിയാട്ടം കലാകാരന്മാരിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച ചില വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. പത്മശ്രീ അമ്മന്നൂർ മാധവ ചാക്യാർ. അപ്പോൾ വളരെ പ്രശസ്തനായ ഒരു കൂടിയാട്ടം കലാകാരനാണ് പത്മശ്രീ അമ്മന്നൂർ മാധവ ചാക്യാർ. ഇനി പത്മശ്രീ മണി മാധവ ചാക്യാർ. പത്മശ്രീ ലഭിച്ച മറ്റൊരു കലാകാരനാണ് പത്മശ്രീ മണി മാധവ ചാക്യാർ. ഇനി മൂഴിക്കുളം കൊച്ചുകുട്ടൻ ചാക്യാർ. മൂഴിക്കുളം കൊച്ചുകുട്ടൻ ചാക്യാർ. അതുപോലെ തന്നെ മാർഗി സതി, മാർഗി മധു, ഉഷ നങ്ങ്യാർ. ധാരാളം കലാകാരന്മാര് നമ്മുടെ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അതിൽ ചില പ്രശസ്തരായ വ്യക്തികളെയാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി പത്മശ്രീ അമ്മന്നൂർ മാധവ ചാക്യാർ, അതുപോലെ തന്നെ പത്മശ്രീ മണിമാധവ ചാക്യാർ, മൂഴിക്കുളം കൊച്ചുകുട്ടൻ ചാക്യാർ, മാർഗി സതി, മാർഗി മധു, ഉഷ നങ്ങ്യാർ തുടങ്ങിയവർ പ്രശസ്തരായ കൂടിയാട്ടം കലാകാരന്മാരാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മണിമാധവ ചാക്യാർ രചിച്ച വളരെ
പ്രശസ്തമായ ഒരു കൃതിയെക്കുറിച്ചാണ്. നാട്യകൽപദ്രുമം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് ആരാണ്? കൃതി രചിച്ച കൂടിയാട്ടം കലാകാരനാണ് മണിമാധവ ചാക്യാർ. നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് ആരാണ്? മണിമാധവ ചാക്യാർ ആണ് എന്ന് കൃത്യമായി ഓർക്കുക. ഇനി കേരളത്തിന് പുറത്ത് അവതരിപ്പിച്ച ആദ്യ കൂടിയാട്ടം ഏത്? കേരളത്തിന് പുറത്ത് ആദ്യമായി ഒരു കൂടിയാട്ടം അവതരിപ്പിച്ചു, അത് ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തോരണ യുദ്ധം. അപ്പൊ കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് കൂടിയാട്ടം അവതരിപ്പിച്ച അല്ലെങ്കിൽ ഏത് കൂടിയാട്ടമാണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ തോരണ യുദ്ധമാണ്. ചെന്നൈയിലാണ് ആദ്യമായി ഇത് അവതരിപ്പിച്ചത് എന്നും കൂടി ഓർക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാന കലാരൂപമായ മോഹിനിയാട്ടത്തെക്കുറിച്ചാണ്. മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. മോഹിനിയാട്ടം ക്ലാസിക്കൽ പദവി ലഭിച്ച, നോക്കൂ, ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിൽ ഒന്നാണ് മോഹിനിയാട്ടം. അപ്പോൾ ക്ലാസിക്കൽ പദവി ഉള്ള ഒരു കലാരൂപം അല്ലെങ്കിൽ നൃത്തരൂപമാണ് എന്ത്? മോഹിനിയാട്ടം എന്ന് മനസ്സിലാക്കുക. ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിൽ ഒന്നാണ് മോഹിനിയാട്ടം. ലാസ്യ നൃത്തശൈലിക്ക് ഊന്നൽ നൽകുന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം. നോക്കൂ, മോഹിനിയാട്ടത്തിൽ ഏത് ശൈലിയാണ് അവർ ആവിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ശൈലിക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലാസ്യ നൃത്ത ശൈലിയാണ്. വളരെ സാവധാനമുള്ള ചലനങ്ങളോടുകൂടിയുള്ള ലാസ്യ ശൈലിക്കാണ് ഇതിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം. അപ്പോൾ കേരളത്തിന്റെ ഒരു തനത് കല തന്നെയാണ്. കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപം തന്നെയാണ് ഏത്? മോഹിനിയാട്ടം. പിന്നീട് അത് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർന്നു എന്നും മനസ്സിലാക്കുക. ഇനി കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഏത്? മോഹിനിയാട്ടം. അപ്പോൾ കേരളത്തിൽ ഉടലെടുത്തത് കൊണ്ട് തന്നെ കേരളത്തിന്റെ തനത് നൃത്തരൂപമായി നമുക്ക് എന്തിനെ കണക്കാക്കാം? മോഹിനിയാട്ടത്തെ കണക്കാക്കാം. ലാസ്യ ശൈലിയാണ് ഇതിൽ പ്രധാനമായും ആവിഷ്കരിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് നോക്കാം. ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് രൂപം കൊണ്ട അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട ഒരു നൃത്തരൂപമാണ് ഏത്? മോഹിനിയാട്ടം. അതായത് വളരെ പണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് ദേവദാസി സമ്പ്രദായം. ആ ദേവദാസിമാരാൽ നടത്തപ്പെടുന്ന ഒരു നൃത്തരൂപമായിരുന്നു ഏത്? നമ്മുടെ മോഹിനിയാട്ടം. പിന്നീട് അത് ഏതിലേക്ക് ഉയർത്തപ്പെട്ടു? ക്ലാസിക്കൽ നൃത്തരൂപം എന്ന ആ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ദേവദാസി സമ്പ്രദായത്തിൽ ഉടലെടുത്ത് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു നൃത്തരൂപത്തിന് ഉദാഹരണമാണ് ഏത്? നമ്മുടെ കേരളത്തിലെ മോഹിനിയാട്ടം. വളരെ കൃത്യമായിട്ട് ഓർക്കുക. ഇനി നോക്കാം, മോഹിനിയാട്ടത്തിന്റെ മാതാവ് ആരാണ്? മോഹിനിയാട്ടത്തിന്റെ അമ്മ അല്ലെങ്കിൽ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടി അമ്മയാണ്. അപ്പൊ കല്യാണിക്കുട്ടി അമ്മയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? മോഹിനിയാട്ടത്തിന്റെ മാതാവായിട്ട് കണക്കാക്കുന്നത്. ഇതും വളരെ തവണ ആവർത്തിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തതായി നമ്മൾ നോക്കുന്നു, മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം ഏതാണ്? മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവമായിട്ട് കണക്കാക്കുന്നത് ലാസ്യമാണ്. അതായത് ലാസ്യഭാവമാണ് മോഹിനിയാട്ടത്തിന്റെ വളരെ അടിസ്ഥാന തത്വമായിട്ട് കണക്കാക്കുന്നത്. ഇനി നോക്കാം, മോഹിനിയാട്ടത്തിന് ഏത് തരത്തിലുള്ള സംഗീതമാണ് ഉപയോഗിക്കുന്നത്? കർണാടക സംഗീതം അല്ലെങ്കിൽ കർണാട്ടിക് സംഗീതമാണ് മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം. അപ്പൊ മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? കർണാട്ടിക് സംഗീതമാണ് എന്നും കൂടി കൃത്യമായി ഓർക്കുക. അടുത്തതായി നമ്മൾ നോക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യമാണ്. മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി എന്താണ്? മോഹിനിയാട്ടത്തിന്റെ പ്രമാണം അതായത് അടിസ്ഥാനമായി കണക്കാക്കുന്ന കൃതിയാണ് വ്യവഹാരമാല. ഒരിക്കൽ കൂടി, മോഹിനിയാട്ടത്തിന്റെ പ്രധാന അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി ഏതാണ്? വ്യവഹാരമാല. ഇത് രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ്. ഇത് രണ്ടും പലതവണ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ അടിസ്ഥാന കൃതി ഏതാണ്? വ്യവഹാരമാല. വ്യവഹാരമാല രചിച്ചത് ആരാണ്? മഴമംഗലം നാരായണൻ നമ്പൂതിരിയാലാണ് എന്നും കൂടി ഓർക്കുക. ഇനി മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി. മോഹിനിയാട്ടം ആരുടെ അല്ലെങ്കിൽ ഏത് രാജാവിന്റെ കാലയളവിലാണ് വളരെ ഒരു പോപ്പുലർ ആയത് അല്ലെങ്കിൽ വളരെ പ്രശസ്തി ആർജിച്ചത് എന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇനി നോക്കാം, സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത്. അപ്പോൾ രാജാക്കന്മാരിൽ പ്രശസ്തനായിരുന്നു ആര്? മോഹിനിയാട്ടത്തെ വ്യാപിപ്പിച്ച രാജാവായിരുന്നു ആര്? നമ്മുടെ സ്വാതി തിരുനാൾ. അപ്പൊ സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ കേരള കലാമണ്ഡലമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ മോഹിനിയാട്ടത്തിന് പ്രാധാന്യം നൽകി വരുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഏത്? കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര് എന്നൊക്കെ PSC ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ. 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എന്ന് കൂടി ഓർക്കുക. അപ്പോൾ മോഹിനിയാട്ടത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റുകളും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക.